ഹായ് ആൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പുതിയൊരു നോട്ടിഫിക്കേഷനുമായിട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു നോട്ടിഫിക്കേഷനുമായിട്ട് വന്നിരുന്നു. അന്ന് ആ നോട്ടിഫിക്കേഷൻ പ്രത്യേകത ഉണ്ടായിരുന്നു, അത് താത്കാലിക കോൺട്രാക്ട് ബേസിലുള്ള നിയമനമായിരുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്ഥിര നിയമനമാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിലെ ഒരു പ്രമുഖ പൊതുമേഖലാ സ്ഥാപനത്തിലേക്കുള്ള നിയമനവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. നമുക്ക് നിയമനം നടക്കുന്ന സ്ഥാപനം എന്ന് പറഞ്ഞാൽ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡ് ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തെ പറ്റി പറയുകയാണെങ്കിൽ ISO സർട്ടിഫിക്കേഷനൊക്കെ ലഭിച്ച അത്യാവശ്യം ലാഭകരമായി നടക്കുന്ന അത്യാവശ്യം കെമിക്കൽ പ്രോഡക്ട്സുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. കാസ്റ്റിക് സോഡ പോലുള്ള പല കെമിക്കൽ പ്രോഡക്ട്സുകൾ ഇവർ പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നുണ്ട്. അത്യാവശ്യം മാർക്കറ്റ് ഷെയർ ഒക്കെ ഉള്ള ഒരു സ്ഥാപനമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ നോട്ടിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തെ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവൻകൂർ കൊച്ചൂർ കെമിക്കൽസ് ലിമിറ്റഡിലേക്കുള്ള ലീഡ്സ്മാൻ ഇലക്ട്രിക്കൽ ആണ്. ഈ ഒരു പോസ്റ്റിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇതിൽ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഇതിൽ വിളിച്ചിരിക്കുന്ന 3 പോസ്റ്റിലും മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ 3 ഷിഫ്റ്റുകളിലായിട്ടാണ് ഇതിന്റെ ജോലി ക്രമം വരുന്നത്. അതുകൊണ്ട് തന്നെ മസ്റ്റ് ആയിട്ടും ആ ഒരു കാറ്റഗറിയിലുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട്. ഈ ഒരു നോട്ടിഫിക്കേഷനിൽ അപേക്ഷിക്കാൻ വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടുന്ന നോട്ടിഫിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ കാറ്റഗറി നമ്പർ 21/2025 എന്ന നമ്പറിലാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇനിയും ഈ വന്നിരിക്കുന്ന ഈ ഒരു സ്ഥാപനത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് മുഴുവൻ വിൻഡോ ഓപ്പൺ ആയി കിടക്കുന്നത് 21-ാം തീയതി ഓപ്പൺ ആവുകയും ഒപ്പം 23-ാം തീയതി ഇത് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആവുകയും ചെയ്യും. ഇനി പറയുന്ന എല്ലാ പോസ്റ്റുകൾക്കും ഇത് തന്നെയാണ് പൊതുവായിട്ടുള്ള ഡേറ്റ് എന്ന് മനസ്സിൽ ഓർത്ത് വെച്ചുകൊള്ളുക. അതായത് ഈ ഒരു ഡേറ്റിനകം നിങ്ങൾ അപേക്ഷിക്കണം. അതായത് നിലവിൽ ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റുന്ന സമയമാണെന്നുള്ളതാണ്. ഈ ഒരു പോസ്റ്റിന്, അതായത് ലീഡ്സ്മാൻ എന്ന ഈ ഒരു പോസ്റ്റിനുള്ള തസ്തികകളുടെ എണ്ണം 15 എണ്ണമാണ്. പോസ്റ്റിങ്ങിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആണ്. ഇതിന്റെ സാലറി സ്കെയിൽ എന്ന് പറഞ്ഞാൽ 17,400 മുതൽ 28,350 രൂപ വരെ സാലറി ലഭിക്കുന്ന ഒരു തസ്തികയാണ്. ഇനിയും ഇതിന് അപേക്ഷിക്കാൻ വേണ്ടുന്ന യോഗ്യത എന്താണെന്നുള്ളതാണ്. പ്രധാനമായിട്ടും നിങ്ങൾക്ക് 3 ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഉണ്ടായിരിക്കണം. ഇത് കേരളത്തിൽ നിന്നോ പുറത്തു നിന്നോ ഉള്ളതായിരിക്കണം. ആ പുറത്തു നിന്ന് നേടിയിരിക്കുന്ന എഞ്ചിനീയറിംഗ് ഡിഗ്രിക്ക് കേരളത്തിൽ ഇക്വലൻസി നിങ്ങൾക്ക് ഉണ്ടായിരിക്കുകയും വേണം. ആ ഒരു യോഗ്യത ഉള്ളവർക്ക് മാത്രമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. മാത്രമല്ല ഇതിന് എക്സ്പീരിയൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. 5 വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് ഇലക്ട്രീഷ്യൻ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷനുകളിൽ ഏതെങ്കിലും നിങ്ങൾ ഇലക്ട്രീഷ്യനായിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കാണിക്കാനുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു പോസ്റ്റിന് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ഒക്കെയുള്ളൂ. മാത്രമല്ല പ്രായപരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 41 വയസ്സ് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതായത് 41 വയസ്സിൽ താഴെയുള്ള എല്ലാവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഒന്നുകൂടി പറയുകയാണ്, മെയിൽ കാൻഡിഡേറ്റിന് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഇനിയും ഇതിന് അപേക്ഷിക്കുന്നതിന് ഫീസ് ഉണ്ട്. ഇതിന് ജനറൽ OBC EWS മുതലായ വിഭാഗത്തിന് അപേക്ഷിക്കുന്നതിന് 600 രൂപയും ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മ്യൂണിറ്റിക്ക് കേവലം 150 രൂപയുമാണ് ഇതിനുള്ള ഫീ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫീ മാത്രം നിങ്ങൾ അടച്ചാൽ മതിയാവും. ഇനി അടുത്തത് കാറ്റഗറി നമ്പർ 23/2025 എന്ന നമ്പറിൽ വന്നിരിക്കുന്ന ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസിലേക്ക് തന്നെയുള്ള ഹെൽപ്പർ എന്ന തസ്തികയാണ്. ഇത് ITI ഇൻസ്ട്രുമെന്റേഷൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെയാണ് വിളിച്ചിരിക്കുന്നത്. ഇത് മെയിൽ കാൻഡിഡേറ്റിനെ മാത്രം മതി. നമ്പർ ഓഫ് വേക്കൻസി 3 ആണ്. ഇതും പെർമനന്റ് നിയമനമാണ്. ഇതിന്റെ സാലറി സ്കെയിൽ എന്ന് പറഞ്ഞാൽ 13,650 മുതൽ 22,200 രൂപ വരെയാണ്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്, അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ മാർച്ച് 20 തന്നെയാണ്. ഇതിൽ അപേക്ഷിക്കേണ്ടുന്ന ഉദ്യോഗാർത്ഥികൾ കൺസിഡർ ചെയ്യേണ്ടത് കാറ്റഗറി നമ്പർ 23/2025 എന്ന നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ വിശദ വിവരങ്ങൾ അറിയാൻ പറ്റും. ഇനി നമുക്ക് പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് SSLC പാസ് ആയിരിക്കണം. SSLC പാസ് ആയതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ITI ഇൻസ്ട്രുമെന്റേഷന്റെ ട്രേഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള, ഇതിന് തതുല്യമായിട്ട് അപ്രൂവ്ഡ് ആയിട്ടുള്ള, ITIക്ക് തുല്യമായിട്ട് അപ്രൂവ്ഡ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന്റെ പ്രായപരിധി എന്ന് പറഞ്ഞാൽ 41 വയസ്സ് തന്നെയാണ്. എക്സ്പീരിയൻസ് ആയിട്ട് പറയുന്നില്ല, പക്ഷേ സെലക്ടഡ് കാൻഡിഡേറ്റിന് ഇവരൊരു ട്രെയിനിങ് തരും. 1 വർഷത്തേക്ക് ഒരു ട്രെയിനിങ് ഉണ്ടാവും. ആ ട്രെയിനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ പിന്നീടായിരിക്കും നിങ്ങളെ പ്രൊബേഷൻ കഴിഞ്ഞ് നിങ്ങളെ ഡിക്ലെയർ ചെയ്ത് അതിന് ശേഷം ഒരു പ്രൊബേഷൻ കൂടി ഉണ്ടാവും. അതായത് ട്രെയിനിങ്ങിന് ശേഷം ഒരു പ്രൊബേഷൻ, അതും കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളെ പെർമനന്റ് എംപ്ലോയി ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നത്. ഇനിയും ഡിസൈറബിൾ ആയിട്ടൊരു കാര്യം പറയുന്നുണ്ട്. ഏതെങ്കിലും ഫാക്ടറികളിൽ നിങ്ങളൊരു അപ്രന്റീസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അധിക ആനുകൂല്യം ഈ ജോലിയുടെ ഇന്റർവ്യൂ സമയത്ത് ലഭിക്കുന്നതായിരിക്കുമെന്ന് പറയുന്നുണ്ട്. ഇനിയും ഇവിടെയും മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രം അപ്ലൈ ചെയ്താൽ മതിയാകും. ഇവിടെ അപേക്ഷിക്കുന്നതിന് ഫീസ് ബാധകമാണ്. ഫീസ് എന്ന് പറഞ്ഞാൽ ജനറൽ കമ്മ്യൂണിറ്റിക്കും OBCക്കും EWSനും 300 രൂപയും, എന്നാൽ
ST കാൻഡിഡേറ്റിനും SC കാൻഡിഡേറ്റിനും 75 രൂപയുമാണ് അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് കാറ്റഗറി നമ്പർ 24/2025 എന്ന നമ്പറിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ്. ഇതും ഹെൽപ്പർ തന്നെയാണ്. ഇത് ഇലക്ട്രിക്കലാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഇലക്ട്രിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട ITA തന്നെയാണ് ഇവിടുത്തെയും യോഗ്യതയായിട്ട് വരുന്നത്. ഇവിടുത്തെ പോസ്റ്റ് 2 എണ്ണമാണുള്ളത്. ഇതും പെർമനന്റ് പോസ്റ്റാണ്. 13,650 മുതൽ 22,200 രൂപ വരെ ഇവിടെയുമുള്ള സാലറി എന്ന് കാണാൻ കഴിയും. 21-ാം തീയതി മുതൽ 20/3/2025 വരെയാണ് അപേക്ഷിക്കേണ്ട ഡേറ്റ് ഇതിനുമുള്ളത്. ഇനി ഇതിൻ്റെയും യോഗ്യത എന്ന് പറഞ്ഞാൽ SSLC വിജയിച്ച ശേഷമുള്ള ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ വയർമാൻ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ITA സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഏജ് ലിമിറ്റ് 41 വയസ്സ് തന്നെയാണ്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെലക്ട് ചെയ്ത ശേഷം 1 വർഷത്തെ ട്രെയിനിങ്ങും അതിനുശേഷം നിങ്ങൾക്ക് 1 വർഷത്തെ പ്രൊബേഷനും ഉണ്ടായിരിക്കും. ശേഷം നിങ്ങൾക്ക് ഡിസൈറബിൾ ആയിട്ട് കുറച്ച് ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ഇലക്ട്രിക്കൽ വയർമാൻ പെർമിറ്റ് ഉള്ള കാൻഡിഡേറ്റിന് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ഉള്ളതായിട്ട് പറയുന്നുണ്ട്. അതായത് വയർമാൻ ലൈസൻസ് അങ്ങനെയൊക്കെ ഉള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നുണ്ട്. ഇനിയും ഇവിടെയും മെയിൽ കാൻഡിഡേറ്റ് മാത്രം അപേക്ഷിച്ചാൽ മതിയായിരിക്കും. ഇതിന് അപേക്ഷിക്കേണ്ടുന്ന ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ OBC EWS മുതലായവർക്ക് 300-ഉം SC/ST വിഭാഗത്തിന് 75 രൂപയുമാണ് ഫീസ് എന്ന് പറഞ്ഞാൽ. ഇനിയും ജോബ് റോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ലൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മിഷനറീസിനൊക്കെ മെയിൻ്റനൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ശരിക്കും ജോലിക്ക് നിങ്ങൾ കയറിയ ശേഷമായിരിക്കും വരുന്നത്. ഇനിയും പ്രധാനപ്പെട്ട കുറച്ച് നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്നുണ്ട്. അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അപേക്ഷിക്കുന്ന പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വ്യക്തമായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഈ സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ കയറി നോക്കി വായിക്കുക. വായിച്ചിട്ട് നിങ്ങൾ ഈ പറയുന്ന യോഗ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം അപേക്ഷിക്കുക. കാരണം ഫീസ് ഉള്ളത് കൊണ്ട് തന്നെ അത് ഉറപ്പ് വരുത്തിയ ശേഷം തന്നെ നിങ്ങൾ അപേക്ഷിക്കുക. രണ്ടാമതായിട്ട് ഇതിന് ഇന്റർവ്യൂ ഉണ്ടാവും. ആ ഇന്റർവ്യൂ ബോർഡിനായിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യാനുള്ള പരമമായ അധികാരം. ഇനി ഇന്റർവ്യൂ കഴിഞ്ഞ് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്താലും ജോലി ലഭിക്കുമെന്നൊരു അഷുറൻസും ഇല്ല. നിങ്ങളുടെ ബാക്കി എല്ലാ ഡോക്യുമെന്റും വെരിഫൈ ചെയ്ത് അസസ് ചെയ്ത് അവർക്ക് പൂർണ്ണ ബോധ്യം വന്നാൽ മാത്രമേ നിങ്ങളെ ഒരു ഉദ്യോഗാർത്ഥിയായിട്ട് അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനായിട്ട് അല്ലെങ്കിൽ ഒരു ജോലിക്കാരനായിട്ട് അവർ കൺസിഡർ ചെയ്യുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇനിയും നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ മോഡിൽ മാത്രമേ അപേക്ഷിക്കാൻ പാടുകയുള്ളൂ. വേറെ ഒരു മോഡിലും അപേക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഓൺലൈനായിട്ട് തന്നെ അപേക്ഷിക്കണം. അപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും ഒപ്പം തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളും മറ്റേതൊക്കെ സർട്ടിഫിക്കറ്റ് ഇതിനകത്ത് ഡിസൈറബിൾ ആയിട്ടുണ്ടോ അവയൊക്കെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യണം. പിന്നെ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പബ്ലിക് സെക്ടർ സ്ഥാപനമായതുകൊണ്ട് തന്നെ നിയമാനുസൃതമായിട്ടുള്ള ഏജ് റിലാക്സേഷൻ OBC SC/ST എക്സ് സർവീസ്മാൻ മുതലായവർക്ക് ലഭിക്കുന്നതാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം എല്ലാ വിധത്തിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ നോക്കി അപേക്ഷയോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ അപേക്ഷ നിരസിക്കാനും നിങ്ങൾ കൊടുക്കുന്ന ഫീസ് നഷ്ടമാകാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനിയും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റുകളും ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിലും നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അതായത് kpesrb.kerala.gov.in എന്ന സൈറ്റിൽ കയറി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും അവൈലബിൾ ആവും. ഒപ്പം തന്നെ അപേക്ഷിക്കുവാനുള്ള ലിങ്കും അവൈലബിൾ ആവും. ഈ ഒരു സൈറ്റിലൂടെ ഓൺലൈനായിട്ട് മാത്രം നിങ്ങൾ അപേക്ഷിക്കുക. മറ്റൊരു മോഡിലും ആപ്ലിക്കേഷൻ അവർ കൺസിഡർ ചെയ്യുന്നില്ലെന്നുള്ളത് ഓർത്തു വെച്ചുകൊള്ളുക. അപ്പോൾ എല്ലാവരും ഇത് അപേക്ഷിച്ച് നന്നായിട്ട് പഠിച്ച് ഒരു ജോലി കരസ്ഥമാക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്കമിങ് എക്സാമുകളായിട്ടുള്ള മെക്കാനിക്കൽ ആസ്പിറൻസിനും ഇലക്ട്രോണിക്സ് ആസ്പിറൻസിനും ഇലക്ട്രിക്കൽ ആസ്പിറൻസിനും കമ്പ്യൂട്ടർ സയൻസ് ആസ്പിറൻസിനും സിവിൽ ആസ്പിറൻസിനും എല്ലാ വിധത്തിലെ കോഴ്സുകളും ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏണസ്റ്റ് അക്കാഡമിയെ റിലയബിൾ ആയിട്ട് തന്നെ ട്രസ്റ്റ് ചെയ്യാം. ലോകത്തിന്റെ ഏത് കോണിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഏണസ്റ്റ് അക്കാഡമി കോഴ്സുകൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ കോഴ്സുകളെല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ലഭ്യമായതുകൊണ്ട് തന്നെ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും പഠിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് 24/7 വാട്സാപ്പ് കമ്മ്യൂണിറ്റി വഴി നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ പറ്റുന്നതാണ്. മാത്രവുമല്ല നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഡൗട്ട് ക്ലിയർ സെഷൻസ് ഉണ്ട്. അങ്ങനെ നിരവധി ഫീച്ചേഴ്സ് ഈ കോഴ്സുകൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളെ ശരിയായ ചോയ്സ് ആയിട്ട് ഏണസ്റ്റ് അക്കാഡമി തിരഞ്ഞെടുക്കുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.